ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവയാണ്. സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു തന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തു തന്നതാണ്. അപ്പോൾ നമ്മളത് വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടർ മുകളിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ അതിലേക്ക് ബെൻഡെക്സ് വന്ന് പിടിക്കുന്ന വീലിൻ്റെ അവിടെ ഭാഗം മൊത്തം പൊട്ടിപ്പോയേക്കാണ്. അതേപോലെ തന്നെ ബെൻഡെക്സിനും ഡാമേജ് വന്നിട്ടുണ്ട്. ബെൻഡെക്സും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ബെൻഡെക്സ് ഇങ്ങനെ സ്റ്റക്കായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഒരു കപ്പാണ്, അത് ബെൻഡെക്സ് കയറ്റിയിട്ടിട്ട് കവർ ചെയ്യുന്ന ഒരു കപ്പാണ് ഈ ഭാഗം ഇങ്ങനെ കയറ്റിയിടുന്നത്. അതും അവിടെ നിന്ന് പൊട്ടിപ്പോകുന്നേക്കാണ്. അതിൻ്റെ ഒരു പീസാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തത്തിൽ ആ വീല് ബെൻഡെക്സ് ഈ കപ്പിൻ്റെ ഡാമേജ് ഉള്ളതുകൊണ്ടാണ് ബെൻഡെക്സും കയറി വന്ന് വീല് മൊത്തം ഡാമേജ് അതിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ വരാനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോഴും ഈ സെയിം കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാനത് വീലുകൾ മാറ്റിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ് ക്രാങ്ക് അലൈൻമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ലെയ്ത്തിൽ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പുറമേ തന്നെ നമുക്ക് റെഡി ആക്കാം, പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്ന രീതിയിൽ ചെയ്യാം. സാധാരണ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്ന സമയത്ത് ഈ സെൽഫ് മോട്ടറിൻ്റെ ആർമേച്ചറിൻ്റെ പല്ലും പോകാറുണ്ട്. നിലവിൽ ഇതിനിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ആർമേച്ചറിൻ്റെ പല്ലുകൾക്ക് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ അഴിക്കണ കൂട്ടത്തിൽ കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയി. ഇതും ആ കംപ്ലയിൻറ്റായിട്ടൊന്നും യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ അഴിച്ചപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എൻ്റെ ബെൽറ്റൊക്കെ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയൊരവസ്ഥയിൽ നിൽക്കണുണ്ട്. മാറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടാൽ ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ നമുക്ക് വരുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗവും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പാണ് അതിനകത്ത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അഴിച്ചാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നോ റോഡർ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒരു പെർമിഷൻ തരാണെങ്കിൽ നമുക്കതൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. കംപ്ലയിൻറ്റിൻ്റെ കാരണം നമുക്ക് ഈ ബെൻഡെക്സ് മാറണം, ഈ ഐറ്റം മാറണം, ഈ വീല് മാറണം. ഇത്ര മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് കുറച്ച് നേരം വർക്ക് ചെയ്യിച്ചിട്ടുണ്ടെന്ന് തോന്നും. ബാറ്ററി ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. ആംകോൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് നോക്കുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്. 12.6 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സെൽഫിൻ്റെ കേസ് ഈ വീലുകളൊക്കെ മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ കണ്ടീഷൻ പറയാം. അപ്പോൾ ബാറ്ററി ചാർജിലേക്ക് ഇപ്പോൾ നിലവിൽ ഇത്ര ഉണ്ട് ചാർജ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചാർജ് ബൂസ്റ്റ് ചെയ്യേണ്ടി ചിലപ്പോൾ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഈ വീലുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പോയി മേടിക്കേണ്ട ഒരു താമസമൊക്കെ വരും കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്കാണ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ഇത്ര വീലും ആ ബെൻഡെക്സും കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം അത്ര ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ ആ ബെൽറ്റൊക്കെ മാറുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഒന്ന് പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് അതും കൂടി അറേഞ്ച് ചെയ്ത് മാറ്റാവുന്നതാണ്. ഏകദേശം ഒരു 500 താഴെയാണ് നമുക്ക് അതിൻ്റെ ബെൽറ്റ് വരാം. 460-70 അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് കേട്ടോ. മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ അതും കൂടി മാറ്റിയിടാവുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് ഇടയ്ക്കൊന്ന് അഴിക്കേണ്ടി വരില്ല. അപ്പോൾ ഓക്കെ.